വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിലെ കോവളം എന്ന സ്ഥലത്ത് ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ അഭിഷിക്തനാണ് പാസ്റ്റർ നോബിൾ ജില്യൻ. ദൈവം കൊടുത്ത ദർശനത്തോടും ദൈവം കൊടുത്ത ആത്മനിയോഗത്തോടും ആരംഭിച്ച ഈ ദൈവത്തിന്റെ വേല ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ അനേകം സഭകൾ സ്ഥാപിക്കുകയും അനേകർക്കൊരു ആശ്വാസമായി തീരുകയും ചെയ്യുന്ന പ്രവർത്തനം ദൈവത്തിന്റെ കൃപയാൽ താൻ കാഴ്ചവെക്കുന്നുണ്ട്. ചിൽഡ്രൻസ് ഹോം എന്ന പേരിൽ 1000-ലധികം കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പഠിപ്പിക്കുകയും അവരെ നല്ല നിലയിലെത്തിക്കുവാൻ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. തന്റെ അനുഭവങ്ങൾ, തന്നെ ദൈവം നടത്തിയ വഴികൾ ഹാർവസ്റ്റ് ടിവിയുമായി പങ്കുവയ്ക്കുകയാണ് പാസ്റ്റർ നോബിൾ ജില്യൻ. ഹാർവസ്റ്റ് ടിവി ഒരുക്കുന്ന കൊയ്ത്തിന്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം തൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കാൻ പോകുന്നത് ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുകയും അനേകം സഭകൾ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ അനേക ആയിരങ്ങളെ കർത്താവുകളെ നടത്തുകയും ചെയ്ത നോബിൾ ജില്യൻ അവர்களுം തൻ്റെ സഹധർമ്മിണി ബേബി സരോജും ആൻറ്റിയുമാണ് നമ്മോടൊപ്പം ഉള്ളത്. നിശ്ചയമായിട്ടും തൻ്റെ ഒരു പുരുഷായുസിൽ കർത്താവിനോട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ദൈവമനുഷ്യനാണ്. നമുക്ക് ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയുവാനും ഇന്നത്തെ ഈ പ്രോഗ്രാം പുതിയ തലമുറയ്ക്ക് ഒരു വലിയൊരു ഉത്തേജനമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് തൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരാം. പാസ്റ്റർ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ താങ്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഹാർവസ്റ്റ് ടിവിയുടെ പ്രേക്ഷകരോട് പാസ്റ്ററിൻ്റെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കണം ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ കൂടിയാണ് ഞങ്ങൾ വന്നത്. പാസ്റ്ററിൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്തെക്കുറിച്ച് പ്രേക്ഷകരുമായി ഒന്ന് പാസ്റ്റർ പങ്കുവയ്ക്കണം. ദൈവത്തിൻ്റെ മഹത്വം. ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു CSI അംഗമായിട്ട് എൻ്റെ ജീവിതം ആരംഭിച്ചു. പുരാതനമായ ഒരു CSI കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അങ്ങനെ വളരെ വർഷങ്ങൾ കൊണ്ട് CSIയുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും വർഷങ്ങൾ കഴിയുന്തോറും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്തതായിരിക്കുന്ന, ചെയ്യാൻ പാടില്ലാത്തതായിരിക്കുന്ന അനേക കാര്യങ്ങൾ കണ്ടിട്ട് ഞാൻ ആ CSI സഭ വിട്ട് ഇറങ്ങുവാനിടയായി തീർന്നു. ഈ അഖിലാണ്ട ഘടാകത്തിൻ്റെ സൃഷ്ടിതാവ്, ആകാശവും അതിലുള്ളതും സൃഷ്ടിച്ച ദൈവം, ഭൂമിയും അതിലുള്ളതും സൃഷ്ടിച്ച ദൈവം, സമുദ്രവും അതിലുള്ള സൃഷ്ടിച്ച മഹാദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സർവൻ്റായി തീരുവാൻ ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സകലതും തരുവാൻ പ്രാപ്തനായ ഒരു മഹാദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആരാധിക്കുന്നത്, സേവിക്കുന്നത് എന്നുള്ള ആത്മധൈര്യത്തോടുകൂടെ ഞാൻ CSI സഭ വിട്ടിറങ്ങുവാൻ ഇടയായി തീർന്നു. പാസ്റ്റർ രക്ഷിക്കപ്പെട്ട് പെന്തക്കോസ് അനുഭവത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായി, അതായത് MA B.Ed പൂർത്തിയായി വെള്ളനാട് മിത്രാനികേതൻ ഹൈസ്കൂളിൽ അധ്യാപകനായിരിക്കുന്ന കാലയളവിൽ ഞാൻ മഹാദൈവത്തെ അറിയുവാൻ ഇടയായി തീർന്നു. എൻ്റെ പിതാവ് അടക്കം ഈ ലോകത്തിൽ ഒരു കുഞ്ഞു പോലും ഞാൻ CSI സഭ വിട്ട് പെന്തക്കോസ്ത് സഭയിലേക്ക് കടന്നു വന്നത് നല്ല പ്രവൃത്തിയായിരുന്നുവെന്ന് പറയുവാൻ ഒരു കുഞ്ഞു പോലുമില്ലായിരുന്നു. അങ്ങനെ വളരെയധികം
ഭാരം ഉണ്ടായി എങ്കിലും ഞാൻ അല്പം പോലും വകവയ്ക്കാതെ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവെ സ്വീകരിച്ചു, മുന്നോട്ട് പോയി. ആ കാലയളവിൽ എൻ്റെ കുടുംബത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ സഹോദരിയുടെ ഭർത്താവ് മദ്രാസ് പോർട്ട് ട്രസ്റ്റിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു. അദ്ദേഹം ഒരു ക്രെയിൻ തട്ടി അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. എൻ്റെ സഹോദരി 6 മാസം ഗർഭിണിയായിരുന്നു. മൂത്ത പെൺകുട്ടിക്ക് 6 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വളരെയധികം ഭാരമുള്ള അവസരത്തിലാണ് അന്ന് ഞങ്ങളായിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാസ്റ്റർ, അതുപോലെ പാസ്റ്റർ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച് ഇറങ്ങിയ ആ അനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? ഒരു ഭവന പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ എൻ്റെ സഹോദരിയിൽ കൂടി ഇടിവെട്ടിയതുപോലെ ഒരു പ്രവചനമുണ്ടായി. നിൻ്റെ ഉദ്യോഗം രാജിവെച്ച് എൻ്റെ മഹത്വകരമായ ശുശ്രൂഷ ചെയ്യുവാൻ നിനക്ക് താല്പര്യം ഉണ്ടോ എന്നെന്നോട് ചോദിച്ചു. ഞാൻ ആമേൻ കർത്താവേ, അങ്ങയുടെ മഹത്വകരമായ ശുശ്രൂഷയ്ക്ക് എനിക്ക് താല്പര്യമുണ്ട്, എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അന്നിരുന്ന അധ്യാപക ജോലി രാജിവെച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ മഹത്വകരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചു. ഞങ്ങൾ 3 സെൻറ്റ് സ്ഥലം വാങ്ങി ഒരു ഓല ഷെഡ് വച്ച് അവിടെ ദൈവത്തെ ആരാധിച്ചിരുന്നു. അതിൻ്റെ ആ സന്ദർഭത്തിൽ ഈ ആലയത്തിൻ്റെ വടക്ക് വശത്തുള്ള ഒരു മുസ്ലിമിൻ്റെ പര്യടനമാണ്. മുസ്ലിമിൻ്റെ വിചാരിപ്പുകാരൻ ആ സ്ഥലം നോക്കുന്ന ആൾ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ പുരയിടത്തിനകത്ത് കയറി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ഈ ഷെഡ് നിന്ന് കത്തും എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ഭാരത്തോടുകൂടെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരിയിൽ കൂടി ഒരു പ്രവചനമുണ്ടായി. നീ സ്തോത്രം പറഞ്ഞ് 20 ചുവട് വടക്കോട്ട് നടന്ന് കിഴക്കോട്ട് നോക്കിയാൽ അത്രയും സ്ഥലം ഞാൻ നിനക്ക് അവകാശമായി തരും എന്ന് പറഞ്ഞു. ആ ആരാധന കഴിഞ്ഞ് സകലരും പോയതിന് ശേഷം ഞാൻ ആലയത്തിൽ നിന്നും വെളിയിലിറങ്ങി സ്തോത്രം പറഞ്ഞ് ഓരോ ചുവട് വയ്ക്കുമ്പോഴും സ്തോത്രം പറയും. അങ്ങനെ 20 ചുവട് വച്ച് 20 സ്തോത്രം പറഞ്ഞ് കിഴക്കോട്ട് നോക്കുമ്പോൾ CSI പള്ളിയിലെ കുരിശ് എനിക്ക് കാണാമായിരുന്നു. അത്രയും സ്ഥലം സർവശക്തനായ ദൈവം അരുളി ചെയ്തു. അതുമാത്രമല്ല, നശിക്കാറായിരുന്ന കുറച്ച് തെങ്ങ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്. അവർ വന്ന് ഇതിനകത്തെല്ലാം ഇറങ്ങി നോക്കിയിട്ട് പറയും ഏദൻ തോട്ടം പോലെ ആയിരിക്കുന്നു എന്ന്. ആമേൻ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഇതിനകത്തിരിക്കാൻ ഒരു തണുപ്പുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു നല്ല അനുഭവമുണ്ട് എന്ന് ഇന്നും ബൈബിൾ ക്ലാസ് ഉണ്ട്, അതിൽ വരുന്നവർ പറയാറുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നായിരുന്നു അല്ലേ പാസ്റ്റർ ഇത്രയും കർത്താവ് തന്നത്? ഒന്നുമില്ലായ്മയിൽ നിന്നും
കർത്താവ് ഇതെല്ലാം തന്നു. ആമേൻ, സ്തോത്രം. പാസ്റ്റർ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചിറങ്ങിയതിന് ശേഷം ആദ്യമായി ആരംഭിച്ച സഭയും അതിൻ്റെ പിന്നിലെ അനുഭവങ്ങളും എന്താണെന്ന് ഞങ്ങളുമായി ഒന്ന് പങ്കുവച്ചാൽ നന്നായിരുന്നു. അനേകരുമായി പങ്കുചേർന്ന് ആരാധന നടത്തുക പതിവായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ അത്യാസന്ന രോഗിയായിരുന്ന ഒരു കുട്ടി മരിച്ചു പോകും എന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിട്ടു. വീട്ടിൽ പറഞ്ഞു വിട്ടപ്പോൾ ഒരു ചെട്ടിയാരുടെ ഒരു കൊച്ചു പിള്ളയാണ്. ആ കുഞ്ഞിനെ പ്രാർത്ഥനയ്ക്കായി എൻ്റെ സഹോദരിയുടെ അടുക്കൽ കൊണ്ടുവന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് സൗഖ്യമായി, ബോധമില്ലാതെ കിടന്ന കുഞ്ഞ് എണീറ്റ് വെള്ളം ചോദിച്ചു, കഞ്ഞിവെള്ളം കുടിച്ചു. കുഞ്ഞിൻ്റെ ആൾക്കാർ വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ചെട്ടിയാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഒരു സൈഡിൽ ചായ്പ് ഇറക്കി അവിടെ ആരാധിക്കാൻ ഒരു അവസരം ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങൾ 1.5 വർഷം അവിടെ ആ ചെട്ടിയാരുടെ ചായ്പിൽ ദൈവത്തെ ആരാധിച്ചു. അതിനുശേഷം 7 സെൻറ്റ് സ്ഥലം പാറവള ഒരു സഹോദരനിൽ നിന്നും പലിശയ്ക്കെടുത്ത് ഒരു ആരാധനാലയം ഓല ഷെഡിൽ പണിയുവാനിടയായി തീർന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ആലയം പണിയുവാൻ ഉള്ള അവസരമുണ്ടായത്. ദൈവ കൃപയാൽ ഇന്ന് 40 അടി വീതിയും 75 അടി നീളവുമുള്ള ടൈൽസ് ഇട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരാലയം ദൈവം ഞങ്ങൾക്ക് ആരാധിക്കുവാനായി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, സ്തോത്രം. അതുപോലെ പാസ്റ്റർ മറ്റൊരു ചോദ്യം പാസ്റ്റർ ചോദിച്ചോട്ടെ. പാസ്റ്ററിൻ്റെ കാലയളവിൽ എത്ര സഭകൾ പാസ്റ്റർ സ്ഥാപിച്ചിട്ടുണ്ട്? അതിൻ്റെ പിന്നിലെ ദൈവിക ദർശനം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണം. എൻ്റെ ജീവിതയാത്രയിൽ 20 സഭകൾ സ്ഥാപിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് സാഹചര്യമൊരുക്കി തന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതും എടുത്തു പറയേണ്ടതുമായിട്ടുള്ളത് പുല്ലുകാടെന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സഭയെക്കുറിച്ചാണ്. അവിടെ ഞങ്ങളൊരു ജനറൽ കൺവെൻഷൻ നടത്തുമ്പോൾ ദൈവവിരോധികൾ വന്ന് ഞങ്ങൾ മൈക്ക് നിർത്താൻ പറഞ്ഞു. ഇനി ഇവിടെ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ റോഡിൽ കല്ലുകൾ പറക്കി വെച്ച് സൈക്കിൾ ചെയിനും വടിയും മറ്റുമായിട്ട് വന്ന് ആക്രമിക്കുവാനായിട്ട് നിന്നു. ഞങ്ങൾ അംബാസഡർ കാറിലാണ് വന്നത്. ഡ്രൈവർ ചോദിച്ചു എന്ത് ചെയ്യട്ടെന്ന്. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും വിട്ടു പോകാൻ കഴിയുമെങ്കിൽ വിട്ടു പോകണമെന്ന് പറഞ്ഞു. അവിടെ വന്ന് ഈ കല്ല് പറക്കി വെച്ചിരുന്നിടം കഴിയുമ്പോൾ പെട്ടെന്ന് ഡോറ് തുറന്ന് ഒരു സഹോദരിയെ പിടിച്ച് വലിച്ച് താഴെ ഇടാൻ ഒരുങ്ങിയപ്പോൾ ആ സഹോദരിയുടെ കയ്യിലിരുന്ന ബൈബിള് ആ ആൾക്കാർ കൊണ്ടുപോയി. അതിൻ്റെ നേതാവെന്ന് പറയുന്നത് അനിൽകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ചില കാലം കഴിഞ്ഞപ്പോൾ അനിൽകുമാർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ അനിൽകുമാറിനെ സ്നാനപ്പെടുത്തി. അനിൽകുമാർ ഇന്ന് ഞങ്ങളുടെ സഭ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ആ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. പാസ്റ്റർ, ഈ ചിൽഡ്രൻസ് ഹോം തുടങ്ങാനുള്ള ദർശനം എന്തായിരുന്നു? ഇപ്പോൾ എത്ര കുഞ്ഞുങ്ങൾ പഠിക്കുന്നു? എത്രത്തോളം കുഞ്ഞുങ്ങൾ ഇവിടുന്ന്
പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? ഇന്ന് കാണുന്ന ചിൽഡ്രൻസ് ഹോം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സഹോദരി 5 കുട്ടികളെ എടുത്ത് ഞങ്ങളുടെ ആലയത്തിനടുത്തുള്ള അടുക്കളയിൽ ആഹാരം പാകപ്പെടുത്തി അങ്ങനെ കുട്ടികളെ സംരക്ഷിക്കുക പതിവായിരുന്നു. അങ്ങനെ 5 കുട്ടികളായിരുന്ന ചിൽഡ്രൻസ് ഹോം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തപ്രകാരം ഞങ്ങൾക്ക് ഇവിടെ ചിൽഡ്രൻസ് ഹോം തുടങ്ങുവാൻ ദൈവം സാവകാശം തന്നു. അങ്ങനെ ഇന്ന് 75ഓളം കുഞ്ഞുങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ആയി പ്രത്യേകിച്ച് 2 കെട്ടിടങ്ങളിൽ പാർക്കുന്നു. പക്ഷേ എത്ര വർഷമായി ഈ ചിൽഡ്രൻസ് ഹോം ആരംഭിച്ചിട്ട്? 45 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചിൽഡ്രൻസ് ഹോം ആരംഭിക്കുവാനിടയായി തീർന്നു. അതുപോലെ ഫസ്റ്റ് എത്രത്തോളം കുഞ്ഞുങ്ങളായിരിക്കും ഈ 46 വർഷത്തിനിടയ്ക്ക് ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തു പോയിട്ടുള്ളത്? 45-46 വർഷങ്ങൾക്ക് ശേഷം മുമ്പും ഇത്രയും വർഷത്തിനിടയ്ക്ക് 1000-ലധികം കുഞ്ഞുങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും അനുഗ്രഹിക്കപ്പെട്ടവരായി മക്കളെയും മക്കളുടെ മക്കളെയും കണ്ട് അനേകർ സുവിശേഷ വേലയിലും തൽപരരായിരിക്കുന്നു. പക്ഷെ അതുപോലെ ഇവിടെ ഉള്ള പെൺകുഞ്ഞുങ്ങളെ കൊണ്ടല്ലോ പഠിച്ച് വളരുന്നത്. അവർ വളരുമ്പോൾ അവർ പഠനം കഴിഞ്ഞ് അവരുടെ ഭാവി കാര്യങ്ങൾ എങ്ങനെയാണ് പാസ്റ്റർ ക്രമീകരിക്കാറുള്ളത്? ഇവിടെ വരുന്ന കുട്ടികളിൽ ഒന്നുകിൽ മാതാവോ അല്ലെങ്കിൽ പിതാവോ ആർക്കെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കളും ചർച്ചക്കാരും ഉണ്ടായിരിക്കും. എന്നാൽ ചിലർക്ക് അങ്ങനെയുള്ള അനുഭവം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിനകത്ത് വെച്ച് 7 പെൺകുട്ടികളുടെ വിവാഹം ഞങ്ങൾ തന്നെ നടത്തിക്കൊടുക്കുവാനിടയായി തീർന്നു. ഇവിടെ ബൈബിൾ കോളേജും ഉണ്ടല്ലോ. ബൈബിൾ കോളേജും പാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അനേകം സ്റ്റുഡൻസ് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്. ഈ ബൈബിൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണവും അതിൻ്റെ ദർശനവും എന്താണ് ഇന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഞാനൊരു അധ്യാപകനായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ഉദ്യോഗം രാജിവെച്ചു. അതിനുശേഷം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മഹത്വത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞതുപോലെ മറ്റുള്ളവരും അറിയണം എന്നുള്ള വലിയ ആഗ്രഹപ്രകാരം ഞാനിവിടെ ബൈബിൾ ക്ലാസ് ആരംഭിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അധ്യാപകർ ശനിയാഴ്ച തോറും വന്ന് ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുമായിരുന്നു. ഇന്ന് CTH, BTH, MDiv അങ്ങനെ നല്ല രീതിയിലുള്ള കോഴ്സുകൾ ഇന്ന് നടത്തി വരുന്നു. അതുമാത്രമല്ല, തക്ക സമയത്ത് പരീക്ഷ നടത്തി അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നു. എൻ്റെ പൈതങ്ങൾ KP യോഹന്നാൻ്റെ ബൈബിൾ കോളേജിൽ പഠിക്കുകയായിരുന്നു. അവർ പഠിച്ച് വന്നതിന് ശേഷം ക്രിസ്തുനിലയം ക്യാമ്പസിൽ ബൈബിൾ ക്ലാസ് ആരംഭിക്കുവാനിടയായി തീർന്നു. അതിന്നും ആ ബൈബിൾ ക്ലാസ് ശനിയാഴ്ച തോറും അനേകർ വിവിധങ്ങളായ തുറകളിൽ പ്രവർത്തിക്കുന്ന എക്സൈസിലെ സർക്കിൾ ഇൻസ്പെക്ടറായി പെൻഷനായ ആൾ വരെ ഇവിടെ വന്ന് ശനിയാഴ്ചകളിൽ ബൈബിൾ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്, എല്ലാ വർഷവും 40 ദിവസത്തെ ഉപവാസം മുടങ്ങാതെ സഭയിൽ നടത്തപ്പെടുന്നു എന്നും, അതുപോലെ തന്നെ ഈ 40 ദിവസവും
ഓരോ തീം ബേസിലാണ് ഓരോ ശുശ്രൂഷമാർക്ക് പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗ വിഷയം കൊടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണങ്ങൾ? ഗുഡ് ഫ്രൈഡേ തീരത്തക്കവണ്ണം 40 ദിവസം ഞങ്ങൾ പതിവായി ഉപവസിക്കുകയും പകലും രാത്രിയും പ്രധാന ഗസ്റ്റുകളെ വിളിച്ച് നല്ല പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അവർക്കെല്ലാം പ്രത്യേക തീം എഴുതി കൊടുക്കുക പതിവുണ്ട്. പാസ്റ്റർ അധ്യാപകനായിരുന്നതുകൊണ്ട് ഇത്രയും ചിട്ടയിൽ കാര്യങ്ങൾ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. ശരിയല്ലേ? അതെ അതെ. ആമേൻ. സ്തോത്രം സ്തോത്രം. പാസ്റ്റർ 20-ലധികം സഭകൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഓരോ സഭകൾ സ്ഥാപിക്കുവാനുള്ള പാസ്റ്റർ പ്രേരണകളും അതിൻ്റെ അനുഭവങ്ങളും ഒന്ന് പങ്കുവയ്ക്കാം? ഒരു ബ്രാഞ്ച് സഭയായ പാറവള സഭ, അവിടെ വളരെയധികം പിന്നോക്കത്തിലായിരിക്കുന്ന ഒരു കൂട്ടരാണ് ആ ഏരിയയിലുള്ളത്. ഇന്നത്തെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന രീതിയിൽ വളരെയധികം അക്ഷരാഭ്യാസം പോലുമില്ലാത്ത ഒരു സമൂഹമാണ് ആ പാറവള ഉള്ളത്. അവിടെ മധ്യേ ആദ്യമായിട്ട് ഞങ്ങളൊരു നഴ്സറി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവർക്ക് വിശുദ്ധ വേദപുസ്തകത്തിലെ തിരുവചന സത്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഞായറാഴ്ച സൺഡേ സ്കൂൾ ആരംഭിച്ചു. ഇന്നവിടെ ഒരു സഭയായി മാറുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ അവിടെ ഉണ്ട്. അനേകർ സ്നാനപ്പെട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവെ സ്വീകരിച്ച് ആരാധനകളിൽ പങ്കെടുക്കുന്നു. പാസ്റ്റർ കുറേ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ അനുഭവം എന്താണ്? 2 വാക്ക് ഞങ്ങളോട് പറയാമോ? 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ ദൈവം തരുന്ന ആശയങ്ങൾ വെച്ചുകൊണ്ട് പാട്ടുകൾ എഴുതാറുണ്ട്. അത് ദേവദാസന്മാരെ കൈ കൊടുത്ത് ട്യൂൺ ചെയ്യിച്ച് ഈ പാട്ടുകൾ പ്രിൻ്റ് ചെയ്ത് ഞങ്ങളുടെ ജനറൽ കൺവെൻഷന് പാടുമായിരുന്നു. അങ്ങനെ 250 പാട്ടുകൾ ഞാൻ എഴുതി അതൊരു ബുക്ക് ആക്കി പ്രിൻ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. തൂവലാലണച്ചുയെന്നും ഏകുന്നു തണലും ആശ്വാസവും രക്ഷകാ നീ തന്നെ ദൈവം, നീ എന്നഭയസ്ഥാനം. രക്ഷകാ നീ തന്നെ ദൈവം, നീ എന്നഭയസ്ഥാനം. തൂവലാലണച്ചു എന്നും ഏകുന്നു തണലും ആശ്വാസവും രക്ഷകാ നീ തന്നെ ദൈവം, നീ എന്നഭയസ്ഥാനം. രക്ഷകാ നീ തന്നെ ദൈവം, നീ എന്നഭയസ്ഥാനം. വാടിത്തളർന്നു വീണിടാതെ താങ്ങി നടത്തണേ അന്ത്യം വരെ. വാടിത്തളർന്നു
വീണിടാതെ താങ്ങി നടത്തേണേ അന്ത്യം വരെ. എന്നെ വിളിച്ചവൻ വിശ്വസ്തനല്ലോ, അവനിൽ ഞാൻ ചാരിടുന്നേ. എന്നെ വിളിച്ചവൻ വിശ്വസ്തനല്ലോ, അവനിൽ ഞാൻ ചാരിടുന്നേ. അവനിൽ ഞാൻ ചാരിടുന്നേ. പാസ്റ്റർ, എൻ്റെ ഒരു അടുത്തൊരു ചോദ്യം, പാസ്റ്ററിൻ്റെ സഹധർമ്മിണിയെ പാസ്റ്റർ കണ്ടെത്തിയതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന് പങ്കുവയ്ക്കാമോ ഞങ്ങളുമായി? എനിക്ക് വിവാഹപ്രായമായപ്പോൾ ആനാടുള്ള ഒരു ദൈവദാസൻ തമിഴ്നാട്ടിലും മറ്റു പല പ്രദേശങ്ങളിലും കടന്നുപോയി 5 പെൺകുട്ടികളെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ സഹധർമ്മിണിയായിട്ടിരിക്കുവാൻ കഴിയുന്ന ഒരു പെൺകുട്ടി, കലമ്പലുകളൊന്നുമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് അവിടുന്ന് കാട്ടിത്തരണം, ഈ പെൺകുട്ടികളിൽ ഒരാളിനെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു, അരുമന ദേശത്ത് ഒരു പെൺകുട്ടി ഒരു പൊത്തക്കട്ടിലിൽ ചുരുണ്ടുകൂടി ഇങ്ങനെ കിടന്നുറങ്ങുന്നു. അപ്പോൾ അരുമനയുള്ള പെൺകുട്ടിയെ പോയി കണ്ടിട്ടാണ് ആ പാസ്റ്റർ വന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവളെ കാണാൻ ചെല്ലുമ്പോൾ ഇവള് B.Ed പഠിക്കുകയായിരുന്നു. ഞാൻ അവളുടെ B.Ed കോളേജിൽ പോയി ഇവളുടെ സഹോദരനായിട്ട് പോയി ചെന്ന് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു, ഇവൾ കിടക്കുന്ന കട്ടിൽ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ ദൈവം വെളിപ്പാട് ദർശനത്തിൽ കാണിച്ച ഇവിടെ നിന്ന് 45 കിലോമീറ്റർ ദൂരമുള്ള അരുമന എന്ന് പറഞ്ഞ ദേശത്ത് ഒരു 2 നില കെട്ടിടത്തിൻ്റെ ഒരു മുറിയിൽ ചുരുണ്ടുകൂടി പൊത്തക്കട്ടിൽ കിടക്കുന്ന ആ പൊത്തക്കട്ടിൽ ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഇവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ദൈവാലോചന പ്രകാരം ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആത്മീയമായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. ബൈബിൾ ക്ലാസ് നടത്തുന്നതിനും സ്ത്രീജന സഖ്യത്തിൽ മീറ്റിങ്ങുകൾ നടത്തുന്നതിനും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനുമുള്ള വലിയ കഴിവ് ദൈവം അവൾക്ക് നൽകിയിരിക്കുന്നു. ആമേൻ. വളരെ സന്തോഷമാണ് പാസ്റ്റർ അനുഭവം കേട്ടപ്പോൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പാസ്റ്റർ ആൻറ്റിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കഴിഞ്ഞ ദീർഘവർഷക്കാലം പാസ്റ്ററുമായുള്ള യാത്രയിൽ കർത്താവിന് വേലായിരിക്കുന്നല്ലോ, ഇതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എന്തായിരുന്നു എന്ന് ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ തമിഴ്നാട്ടുകാരിയാണ്. തമിഴ്നാട്ടിൽ B.Ed പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ പാസ്റ്ററുമായിട്ട് ആലോചന വന്നത്. അപ്പം ജോലി എന്തെന്ന് കേട്ടപ്പോൾ ടീച്ചറെന്ന് പറഞ്ഞ്, അപ്പം എനിക്ക് സന്തോഷം തന്നെ, ടീച്ചർ തന്നെയല്ലോ, ഞാനും ടീച്ചറാവാൻ പോവുകയല്ലേ എന്ന്. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഒരു 6 മാസം ആയില്ല, അതിനു മുമ്പ് പറയുകയാണ് ഞാൻ ജോലി രാജിവെച്ചിരിക്കുകയാണ്, എനിക്ക് സുവിശേഷ വേലയെന്ന്. എനിക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല, സുവിശേഷ വേല ചെയ്താൽ എങ്ങനെയായിരിക്കുമെന്ന്, എന്തൊരു സുവിശേഷ വേല, എന്തൊരു ചെയ്യണമെന്നുള്ള ഒരു അറിവില്ലായിരുന്നു. എന്നാൽ ഒരു പ്രവചനം ഞാൻ കേട്ട് എൻ്റെ വിവാഹത്തിൻ്റെ തലേദിവസം രാത്രി
നിന്നെ ഞാൻ ഒരു പുതിയ വയലിൽ ഇറക്കാൻ പോകുന്നെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല പുതിയ വയലാ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് സുവിശേഷ വേലയാണെന്ന്. എങ്കിലും കർത്താവ് എനിക്ക് തന്ന ബുദ്ധിയും അറിവും ഉപയോഗിച്ച് കർത്താവ് തന്ന ദിവസങ്ങളൊക്കെയും ചിലവാക്കി. മലയാളം ഇവിടെ വന്ന ശേഷം പഠിച്ചതാണ്. മലയാളം പഠിച്ച ശേഷം പിള്ളേർക്ക് ആദ്യകാലങ്ങളിൽ മലയാളവും തമിഴും എല്ലാം ചേർത്താണ് ഞാൻ സംസാരിച്ച് വന്നത്. സൺഡേ ക്ലാസ് എടുക്കാൻ പിള്ളേരുമായിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് വരുന്ന തമിഴ് വാക്കുകളൊക്കെ കേട്ട് അവർ ചിരിക്കുമായിരുന്നു. എനിക്ക് ചിരി വരില്ല. ഞാൻ അതിനെ തെറ്റ് തിരുത്തി വീണ്ടും അതിനെ ആവർത്തിക്കാതെ നോക്കും. ബൈബിളിലുള്ള കഥകളെക്കുറിച്ചാണ് അവർക്ക് പറയുന്നത്. അങ്ങനെ ആരംഭ സുവിശേഷ വേല ആരംഭിച്ചു. പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു എല്ലായിടവും. അതിൻ്റെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും വർഷം കർത്താവിൻ്റെ വേലിലായിരുന്നതിനുള്ള ബന്ധത്തിൽ എന്താണ് പറയാനുള്ളത്? തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ജീവിതം കഷ്ടപ്പാടുകളുണ്ട് ജീവിതം തന്നെ. എങ്കിലും അതിൻ്റെ മധ്യയിൽ ഒരു സുഖമുണ്ടായിരുന്നു. അത് തന്നെ ദുഃഖത്തിൻ്റെ മധ്യയിലും സുഖം. പിന്നെ ആദ്യകാലങ്ങളിൽ പട്ടിണി ഇല്ലെങ്കിലും വളരെ ദാരിദ്ര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ദാരിദ്ര്യത്തിൻ്റെ മധ്യയിൽ തന്നെ ജീവിച്ചു പോന്നു. അതുപോലെ തന്നെ പാസ്റ്ററിൻ്റെ കുടുംബത്തെക്കുറിച്ച് എത്ര മക്കളുണ്ട്, അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് പാസ്റ്റർ ഞങ്ങളോട് പങ്കുവയ്ക്കണം. എനിക്ക് ദൈവം ദാനമായി 3 പൈതങ്ങളെ തന്നു. മൂത്തതൊരു മകളാണ്. അവൾ ഒരു IPCയിലെ പാസ്റ്റർ വിവാഹം കഴിച്ച് 2 മക്കളുണ്ട് അവൾക്ക്. രണ്ടാമത്തത് ഒരു മകനാണ്, മൂന്നാമത്തതും മകനാണ്. അങ്ങനെ 2 ആൺമക്കളും ഒരു മകളുമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. എൻ്റെ മൂത്ത മകനെക്കുറിച്ച് പറയുവാനുള്ളത്, അമ്മയുടെ ഉദരത്തിൽ അവനായിരിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ എനിക്ക് അറിയാം ലോകപ്രശസ്ത പ്രാസംഗികൻ്റെ പേര് സ്പർജൻ എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ ഉദരത്തിൽ ആയിരിക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണ് എങ്കിൽ ഞാൻ അവന് സ്പർജൻ എന്ന് പേര് കൊടുക്കും. അങ്ങനെ എൻ്റെ പ്രാർത്ഥന പ്രകാരം ആൺകുഞ്ഞാണ് ലഭിച്ചത്. അവന് സ്പർജൻ എന്ന് പേരും കൊടുത്തു. അവൻ 6 മാസമായിരിക്കുമ്പോൾ രോഗിയായി ജന്നി വന്നു. സന്ധ്യയ്ക്ക് ഒരു 10 മണിക്ക് ഉറങ്ങുമ്പോൾ എൻ്റെ അടുക്കൽ കിടത്തി ഇങ്ങനെ ഞാൻ കൈവച്ച് അവനെ കിടത്തിയിരിക്കുകയാണ്. നോക്കുമ്പോൾ കണ്ണ് മുകളിലേക്ക് നോക്കിക്കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പിള്ള എന്നെ നോക്കിക്കൊണ്ട് കിടക്കുന്നു. ഒരു 2 മണിക്ക് ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ ആ കണ്ണ് അങ്ങനെ തന്നെ ഇരിക്കുന്നു. രാത്രി 2 മണി നിലാവുള്ള ആ രാത്രി ഞാൻ അവനെ എടുത്ത് തോളിലിട്ട് അവിടെ പ്ലാവള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരം വരും. ഞാൻ അവനെ എടുത്ത് ഞാനായിരിക്കുന്ന ആലയത്തിൻ്റെ മേശപ്പുറത്ത് കൊണ്ട് കിടത്തിയിട്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ മകൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുവെങ്കിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ ആലയത്തിലെ മേശപ്പുറത്ത് കിടന്നുകൊണ്ട് അവൻ്റെ ജീവൻ നഷ്ടമാകട്ടെ. അതല്ല, ജീവനെ കൊടുക്കുവാൻ കഴിയുന്ന സർവശക്തന് അവന് ജീവനെ നൽകി ജീവിക്കുവാൻ അവന് അധികാരം നൽകുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇന്നുവരെയും അവന് ജീവിക്കുവാൻ ദൈവം അനുവാദം നൽകി. ദീർഘമായ ആയുസ്സും ആരോഗ്യവും 1000 തലമുറ വരെ കാണിക്കുന്ന ദൈവം
ഇനിയും അനേക കാര്യങ്ങൾ ചെയ്യുവാൻ അവനെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളായിരുന്നു ഞങ്ങൾ പാസ്റ്ററിൻ്റെ പക്കൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത്. വളരെ സന്തോഷമുണ്ട്. എന്തെങ്കിലും സന്ദേശങ്ങളോ ദൈവവചനമോ ഉണ്ടോ ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക് കൈമാറുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്? ഈ പാസ്റ്റർ കടന്നു വന്ന വഴികളിൽ കൂടെ ഒത്തിരി കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ കൂടെ വന്ന് ഇത്രത്തോളം കർത്താവ് നിങ്ങളെ ഉയർത്തി കൊണ്ടുവന്നു. ത്യാഗങ്ങൾ സഹിച്ചു, കഷ്ടം അനുഭവിച്ചു, സഭകൾ തുടങ്ങാൻ ദൈവം സഹായിച്ചു. നിങ്ങളുടെ പുതിയ തലമുറയോട് പറയുവാൻ എന്തെങ്കിലും സന്ദേശം ഉണ്ടെങ്കിൽ ഇപ്പോൾ 2 വാക്ക് പാസ്റ്റർ പറഞ്ഞു തന്നായിരിക്കും. പുതിയ തലമുറയോട് എനിക്ക് പറയുവാൻ മറ്റൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യജീവിതം ക്ഷണഭംഗുരമാണ്. ഈ കാലയളവിൽ ദൈവത്തെ അറിയുക, തിരുവചനപ്രകാരം ജീവിക്കുക, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവം പറയുന്ന സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ പ്രാപ്തരായി തീരുക. എല്ലാവരും ദൈവത്തെ അറിയുന്ന, യേശുവിനെ അറിയുന്ന വലിയ ഭാഗ്യമുണ്ടാകണം എന്നുള്ള സന്ദേശമാണ് എനിക്ക് ഇത്തരുണത്തിൽ പറയുവാനുള്ളത്. ആമേൻ. സ്തോത്രം. പാസ്റ്റർ, വളരെ സന്തോഷം. പാസ്റ്റർ ഇത്രയും സമയങ്ങൾ ഞങ്ങളുടെ ഹാർവസ്റ്റ് ടീമുമായി നിങ്ങളുടെ അനുഭവം പങ്കുവച്ചതിൽ ഞങ്ങൾ ഹാർവസ്റ്റിയുടെ പേരിൽ പ്രത്യേക നന്ദി ഞങ്ങൾ പാസ്റ്റർ അർപ്പിക്കുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ.